ഹലോ ഫ്രണ്ട്സ്, കുട്ടാതെ എന്താ സങ്കടപ്പെട്ട് നിൽക്കണമെന്നല്ലേ ഈ പൊതി കൊടുത്തപ്പം കണ്ട ചെക്കൻ്റെ മുഖത്ത് നമ്മുടെ 100 വാൾട്ടിൻ്റെ ബൾബ് എത്തിച്ചോളത്തെ ചിരി മിന്നിയത്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ പൊതി കൊടുക്കില്ല എന്ന് പറഞ്ഞ കാരണം ചെക്കൻ സങ്കടപ്പെട്ട് നിന്നത് കേട്ടോ. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായേ. ഈ പൊതിക്കകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നല്ല നമ്മുടെ പഴംപൊരിയാണേ. ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നു വിടുന്നു. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഉണ്ടാക്കി കൊടുത്തേട്ടോ. നമുക്കായാലും അങ്ങനെ ഇഷ്ടമല്ലേ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്ത് അതിലേക്ക് നമ്മുടെ അരിപ്പൊടിയില്ല, അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ഉപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാരയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു സെറ്റപ്പിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല നാടൻ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നല്ല പഴുത്തത് നോക്കി എടുക്കണം കേട്ടോ. പഴുത്തിട്ടില്ലെങ്കിൽ പഴുപ്പിച്ച് തന്നെ എടുക്കാൻ നോക്കണം. അപ്പം നമ്മുടെ പഴംപൊരിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഴുത്തതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കറ ചവയ്ക്കുക, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ മാവിലേക്ക് ഇതേപോലെ മുക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് നമുക്കിടെ ഇരുമ്പ് ചട്ടിയോ ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാത്രം നമ്മളുടെ പഴവും കൂടെ ഇട്ട് കൊടുത്ത് ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പഴംപൊരി ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. ഇതേപോലെ അവന് ഒരു വാഴ വാട്ടിയിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടാ. എനിക്ക് വാഴയിലൊന്നും പൊതിയാൻ തീരെ അറിയില്ല, എന്നാലും എങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.